ഓക്കെ ഞാൻ പിടിക്കാം. ഏയ് कैथरीन जल्दी चलो. ഓക്കെ. The world of management is an intensive course which introduces students to the sum of the central ideas. Wait. कैथरीन सीधी खड़ी रहे. Come on, blow. Get in. Come on. മോളെ അകത്തേക്കല്ല പുറത്തേക്ക്. പ്രിൻസിപ്പലിന് ഊതാൻ പഠിപ്പിക്കല്ലേ. കമോൺ. എന്റെ മാതാവേ, ഒരു 5 അടിച്ചിട്ടുണ്ട്. കം ടു ദ ഓഫീസ്. ओ गॉड, अब क्या होगा यार? What is this? Cigarettes. What is this? Please. Chewing gum? Video cassette? സാർ കോണ്ടം. എന്താ മച്ചി? What is this? A precaution, sir. എന്താ സാർ ഇത്? Precaution for the college. You are all suspended for 1 week. Get lost. സസ്പെൻഷൻ കിട്ടിയ ദിവസം രാത്രി യാമിനിക്ക് രാജസ്ഥാനിൽ നിന്നും ഒരു കോൾ വന്നു. അതാണ് എല്ലാത്തിനും കാരണം. पाए लागो पापा जी. बेटा യാമിനിയുടെ ചേച്ചിയുടെ വിവാഹം അതായിരുന്നു ടേണിംഗ് പോയിന്റ്. 24 तारीख को सोनम की शादी तय कर दी है. अच्छा, लड़का कहाँ का है? लड़का बेटा बीकानेर से है. बीकानेर का है? क्या करता है? अमेरिका में है? मतलब हमें तो अभी बीकानेर आना ही पड़ेगा. आप तुरंत कॉलेज से छुट्टी लेके घर आ जाओ. कब हुई ये शादी फिक्स? आज ही जल्दी आ जाओ. बिल्कुल पापा, हम लोग जल्दी से तुरंत. मैं अपने सारे दोस्तों को लेके आऊंगी. ठीक है बेटा. പ്രിൻസിയോട് എന്ത് പറഞ്ഞാൽ സമ്മതിക്കും. അതായിരുന്നു ഏക പ്രോബ്ലം. ഒടുവിൽ ഞാനൊരു ഐഡിയ പറഞ്ഞു. നീ മാത്രമാണ് ഇതെന്റെ ഉത്തരവാദി. നിനക്കിതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു? അന്യന്റെ ഭാര്യയെ മോഹിക്കരുതെന്ന കൽപ്പന ലംഘിക്കാനല്ല ഞാൻ ദിവസവും നിന്നെ വന്ന് കാണുന്നത്. കാണപ്പെടുന്ന സഹോദരിയെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാ. നമുക്കിനി നാളെ കാണാം. ബൈ. ഓക്കെ. ഫാദർ ഫാദർ രാജസ്ഥാൻ ബ്യൂട്ടിഫുൾ ഐഡിയ. നിങ്ങൾക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. പ്രൊസീഡ്. യാതൊരു സംശയവും വേണ്ട. ലീവൊക്കെ എനിക്ക് ഏർപ്പാട് ചെയ്യാൻ പറ്റും. താങ്ക് യു സർ. Thank you, sir. ജസ്റ്റ് എ മിനിറ്റ്. ഈ 15 ദിവസത്തെ രാജ്പുത് വെഡിങ് ഒരു പ്രോജക്റ്റ് ആയിട്ട് എടുത്താൽ നന്നായിരുന്നു. ഐ മീൻ ആസ് എ സ്റ്റഡി ടു. മാർക്സും ഉണ്ട്. അടുത്ത സെമസ്റ്ററിലേക്ക് പോകാൻ മാർക്സ് വേണ്ടേ? സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. Project. സമയക്കുറവുണ്ടെന്നറിയാം. എന്നാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് ദിവസം ഉറക്കവും സൈറ്റ് സീയിങ് ഒക്കെ വേണ്ടാന്ന് വെച്ചാൽ മതി. ഒരു കണക്കിന് ഒന്ന് നിന്ന് തിരിയാൻ സമയം കിട്ടാത്തത് മറ്റൊരു ത്രില്ലാ. ഐ എം ഗോയിങ് ടു കോൾ യുവർ പാരന്റ്സ്. Sir. अरे यार. हेलो भगवान सिंह. मैं भगवान सिंह बोल रहा हूँ. आई एम फ्रॉम II बिजनेस कॉलेज. बोलिए प्रिंसिपल जी, बोलिए. ആ കാലമാടൻ ഞങ്ങളുടെ ട്രിപ്പ് ഒരു പ്രോജക്റ്റ് ആക്കി മാറ്റി. അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചതൊക്കെ കോളമായി. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് തീരുമാനിച്ചതാ. അപ്പോഴാ അടുത്ത ഇടുത്തി. മിസ്റ്റർ ജെയിംസ് കല്ലറസ്കൽ. സോറി, കല്ലറക്കൽ. യെസ് സർ. നീ ഇവരുടെ കൂടെ പോകണ്ട. ഞാൻ ഒറ്റയ്ക്ക്. You must come to the class. You people can proceed to Rajasthan. നീ ഇവിടെ നിൽക്ക് കേട്ടാ. ഞാൻ ഒഴിച്ച എല്ലാവരും രാജസ്ഥാനിലേക്ക്. അന്ന് ഞാൻ ചെയ്ത സോങ്സ് ഒക്കെ സാഡായിരുന്നു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു അല്ലേ? ഡേ, എനിക്കും താഴെ ഒരു സ്ക്രൂ ഡ്രൈവർ ഒന്ന് ഫിറ്റ് ആയിക്കോട്ടെ. Hey,
വേണ്ട. Let's go there. ഏയ് നേരെ അങ്ങ് പോലാം. Hey, not that side. Okay, come on. വെറുതെ അതൊന്നും പറഞ്ഞ സമയം കളയാണ്ട് ഈ ലവ് സ്റ്റോറി എങ്ങനെ സംഭവിച്ചെന്ന് പറ. പറയാം. ഇവിടെ എവിടെ വെച്ചാ അവനെ കണ്ടത്? എന്നിട്ട് അവൻ വീഴാൻ വേണ്ടി പാടി. ഓ, തമിഴ് പടത്തിലെ ഹീറോ പാടുന്ന പോലെ. അതെ, ആണുങ്ങൾക്ക് പാടാമെങ്കിൽ പെണ്ണുങ്ങൾക്കും പാടാം. इंदो और अट्रैक्शन इतना प्यारा है वो. मेरी जिंदगी में I've never felt this spark. He's so cute. When he walks. उसका नाम क्या है? मुझे नहीं पता. तो भी अच्छी लव स्टोरी है ना? Something different. നിനക്ക് പ്രാന്താ ഏതോ ഒരുത്തനെ കണ്ട് വെറുതെ ഓരോന്ന്. டேய் மச்சா, அதான்டா லவ். நீ தமிழ் படத்துல பாத்திருக்கல, இந்த மாதிரி சிச்சுவேஷன்ஸ் நிறைய இருக்கு. அதுல தான்டா த்ரில்லும் இருக்கு. भाई हम राजपूत हैं, इसलिए ये शादी सबसे बढ़िया और हटके होनी ഭഗവാൻ चाहिए. സിംഗ് കല്യാണ ചടങ്ങുകളെല്ലാം എങ്ങനെ ഗംഭീരാക്കണം എന്നൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് ആകെ ടെൻഷനായി. കല്യാണം ഗംഭീരാക്കണം, മറ്റുള്ളവരിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആവണം, ആഹാരത്തിന്റെ കാര്യത്തിൽ എങ്ങനെ പുതുമ കൊണ്ടുവരണം, ഡ്രസ്സിന്റെ നിറം, ഓർണമെന്റ്സ്. ഹോ, ചർച്ചകൾ അങ്ങ് തുടങ്ങി. ചുരുക്കം പറഞ്ഞ രാജസ്ഥാൻ യാത്ര കല്യാണ കോൺട്രാക്ടർമാരുടെ പണി പോലെയായി. ഹാഷിം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. പണി മുഴുവൻ ഞങ്ങൾ അവന്റെ തലയിലാക്കി. എടേ ആരെങ്കിലും ഒന്ന് വാടേ, ഒന്ന് ഹെൽപ്പ് ചെയ്യടേ. ആഹാരത്തിന്റെ കാര്യത്തിലായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാം? ഞങ്ങൾ തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഇനിയിപ്പോ എന്താ ഒരു വഴി? டேய் எல்லாரும் இங்க பாருடா, ஒரு சூப்பர் ஐடியா கிடைச்சிருக்கு. നമുക്ക് കൊത്തു പൊറോട്ട, മസാല ദോശ, കാരക്കുടി, കൽ ദോശ, ചെട്ടിനാട് ബിരിയാണി, ഊത്തപ്പം. ഒന്ന് നിർത്തടാ, ഇതിനെല്ലാം സെയിം ടേസ്റ്റാ. പിന്നെ ഈ രാജസ്ഥാനികൾ എല്ലാരും കൂടെ നമ്മളെ കൊത്തു പൊറോട്ടയാക്കും. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഹേയ്, നമുക്ക് താജിൽ വിളിച്ച് ബുക്ക് ചെയ്താലോ? അതല്ലേ സേഫ്. താജ് വേണോ? അപ്പുറം ഇപ്പൊ എന്നെ പണ്ണും. Hey, I have an idea, guys. Come on. என்னடி சொல்லு. Okay. പടിപ്പുര ഷാപ്പ്. പടിപ്പുര ഷാപ്പാ? ആ, താറാവ് റോസ്റ്റ്, കരിമീൻ പൊള്ളിച്ചത്, മപ്പാസ്, മീൻ മുളകിട്ടത്, മുളകിടാത്തത്, നത്തോലി ഫ്രൈ, മീൻ പീര, ബീഫ് ഒലത്തിയത്, കൊഞ്ചി, ചെമ്മീൻ, കാട. മതി മതി കൊതിപ്പിക്കാതെടി. അതെങ്ങനെ ഇവിടെ നടക്കും? The only trump card. ദുഷ്യന്തൻ. അതാരാ? His only weakness? Ladies. എൻ്റെ മോളെ, ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. മോക്കറിയാലോ ഇവിടെ ദുഷ്യന്തൻ്റെ കറിയുടെ പേരും കൊണ്ട് മാത്രം ഓടിപ്പോണ ഷാപ്പാണെന്ന്. പെട്ടെന്ന് എനിക്ക് ലീവ് മേടിച്ച് അങ്ങ് വരാൻ പറ്റുമോ? അത് ശരിയാവില്ല. ഇവിടെ ഒരു രജപുത്ര പെൺകുട്ടിയെ വിവാഹം കഴിച്ച 4 ദാസിമാര് ഫ്രീ ആണ്. രജപുത്ര വംശത്തിൽ നിന്ന് ഒരു പെണ്ണിനെ കെട്ടിയ 4 ദാസിമാരെ ഫ്രീ ആയിട്ട് കിട്ടുന്നോ? ആ, അതേനെ. അല്ല, വെക്കല്ലേ. അടുത്ത ട്രെയിൻ എപ്പോഴാ? ഞാൻ വരും. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്നിരിക്കും. അയ്യോ,
എന്റെ അച്ഛൻ ഒരു മുൻപരിചയം കൂടാൻ മരിച്ചു പെട്ടെന്ന് അങ്ങ് പോയി. ഇങ്ങനെ ആരുമില്ല. ചേട്ടനുണ്ടാവോ? ഉണ്ടാവൂടാ. എന്ത് കണ്ടിയത് എന്തായാലും സംഭവിച്ചു പോയില്ലേ, നീ സമാധാനിക്ക്. കണ്ടു ചേട്ടാ, ഇന്നലെ ഫോൺ വിളിച്ചു അച്ഛൻ പറഞ്ഞോളൂ എന്ത് താറാവ് കറിയിൽ കുരുമുളക് കൊണ്ട് ഇടുമ്പോ കണ്ണിൽ പോകാതെ സൂക്ഷിക്കണം. അത് കറിയില്ലല്ലോ ഇടുന്നത്, കണ്ണിലല്ലോ. ഏതായാലും നീ കരയണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരായി പോയല്ലേ പറ്റൂ. പക്ഷെ എനിക്ക് നാളെ പോയാൽ പോരാ, എനിക്ക് ഇന്ന് തന്നെ പോകണം. ഈ സമയത്താണോ ഇങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ട് പോകും. ഇത് മതി. എടാ, ഈ കാശ് കയ്യിലിരിക്കട്ടെ, ഒരു മരണാവശ്യമല്ലേ. ആരുടെ? ഓ, അച്ഛന്റെ മരണം. എന്റെ അച്ഛൻ. ഏതായാലും നമ്മുടെ ഷാപ്പിന്റെ പേരിൽ ഒരു റീത്ത് കൂടെ വെച്ചേരും. പോട്ടെ മുതലാളി. ശരി ചേട്ടാ, നീ പോയിട്ട് വാടാ. കള്ളിനും കറിക്കും വില കൂടാതെ സൂക്ഷിക്കണം കേട്ടോ. ഞാനിവിടെ ഇല്ല. ചെല്ലു. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കും, എന്നിട്ട് നീ സൈക്കിളിൽ കയറി. ഇതിപ്പോ ഇവനാണോ പൂസ് അതോ സൈക്കിളാണോ പൂസ്? കോമഡിക്ക് വേണ്ടി കോമഡി പറയില്ല കേട്ടോ. എന്താ സംഭവിച്ചെന്ന് പറ. പറയാം. പിറ്റേന്ന് ഷേണായി ചടങ്ങിനിടയിൽ വെച്ചിട്ടാ അപ്രതീക്ഷിതമായി അവള് വീണ്ടും പവനെ കണ്ടത്. നമസ്കാരം. नमस्कार नमस्कार, आइए आइए। चाची, यही है वो लड़का जिसके बारे में मैंने आपसे कहा था, वो जिसको मैंने देखा था। वो पवन ठाकुर है। क्यों, पसंद है तुम्हें? ഒരു രാജകുമാരനെ പോലെയാ ഠാക്കൂർ അവനെ വളർത്തുന്നത്. തനിക്ക് ശേഷം തന്റെ സാമ്രാജ്യം മകന് നൽകണം, അവൻ കൈവിട്ടു പോകരുത്. ഇതൊക്കെയാ ഠാക്കൂറിന്റെ ആഗ്രഹം. എല്ലാ പെൺകുട്ടികളുടെയും സ്വപ്നമാണവൻ. പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെയാ ഠാക്കൂർ പവനെ നോക്കുന്നത്. എപ്പോഴും കൂടെ ബോഡി ഗാർഡ്സ് ഉണ്ടാവും. പവൻ ദയെ ശ്രദ്ധിച്ചെങ്കിൽ അത് ശരിക്കും അവളുടെ ഭാഗ്യമാണെന്ന് സുബർണ ദീദി വീണ്ടും വീണ്ടും പറഞ്ഞു. രാജ്പൂത്ത് കല്യാണമല്ലേ, 15 ദിവസത്തെ ആഘോഷമാണ്. എല്ലാ ദിവസവും പെണ്ണിന്റെ വീട്ടിൽ ഡാൻസും പാട്ടുമുണ്ട്. 2ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. ആമാ, സെക്കൻഡ് ഡേ. അതെ, ചടങ്ങിന്റെ സെക്കൻഡ് ഡേ. ഷേണായി എന്നാ ആ ചടങ്ങിന് പറയുന്നത്. അന്ന് പാട്ട് കമ്പോസ് ചെയ്തത് ഞാനാ. കമ്പോസിംഗാ നീയാ? വല്ല ഡബാങ്ങിലെ പാട്ട് ഷർട്ട് ഒരു സൽമാൻ ഖാനെ പോലെ ഡാൻസ് കളിച്ച് കാണും കഴുത. അല്ലടാ സിമെന്റ് ചാക്കെ, നമ്മുടെ മലബാറിലെ ഒപ്പനപ്പാട്ടില്ലേ? ഒപ്പനപ്പാട്ടാ? ഒപ്പനപ്പാട്ടും രാജസ്ഥാൻ കല്യാണമായിട്ട് എന്താ ബന്ധം? ബന്ധമൊക്കെ നമ്മൾ ഉണ്ടാക്കല്ലേ. കാക്കയൊക്കെ കൊട്ടാരത്തിൽ താമസം തുടങ്ങി. എൻ്റെ ദൈവമേ, മങ്കിക്കാൽപ്പെട്ടെടുത്ത് നിൽക്കുന്നു. അത് മങ്കിയാണോ അതോ മനുഷ്യനാണോ? അതെളിയാ, എൻ്റെ പേര് ദുഷ്യന്തൻ. ഞാൻ വൈക്കത്തിനടുത്തുള്ള പടിപ്പുര ഷാപ്പിലെ കറിവെപ്പുകാരനാണ്. നമ്മുടെ ഒരു പെങ്കൊച്ചോട് താമസിക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്ത് നിന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. വഴിയൊന്ന് പറഞ്ഞുതരാമോ? അതായത് ഈ പൊട്ടനെ എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. എൻ്റെ ഒരു പെൺകൊച്ച് പെൺ ഇവിടെ അടുത്തുള്ളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് പോകാനുള്ള വഴി മനസ്സിലായടേ? ആ വഴി ഒന്ന് പറഞ്ഞു തന്നാൽ, ഇങ്ങനെ പോകാനുള്ള വഴി ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. എവിടെ? എന്റെ ദൈവമേ, ഞാനിപ്പോ ഇവിടെ തലതല്ലി ചാവും ഇപ്പൊ. ആ അളിയാ, ഇത് കണ്ട ഭഗവാൻ പട്വ ഹവേലി भगवान चाहिए। ആ അത് തന്നെ ഭഗവാൻ. മനസ്സിലായി വിളിക്കും. भगवान चाहिए ना? यहाँ से सीधा जाओ। സീതയോ? सीधा അതാരാണ്? ആ എന്തേലും ആവട്ടെ. सीधा जाओ। सीधा पहले जाओ। राइट लो, फिर लेफ्ट लो। हाँ। छोटा गली आएगा, राइट में भगवान है। ഓ, ഇത്രയുള്ള കാര്യം. ഭഗവാൻ പട്വ ഹവേലി. മാറി നിൽക്കുക. എന്നാലേ നല്ല കാര്യത്തിന് മുമ്പ് പുറം തിരിഞ്ഞു നിൽക്കുക. മോളെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? വേണ്ട, പീഡനാവും. ഈ ഭഗവാൻ इधर है। ആ ഇവിടെയാണോ? ഇത് അമ്പലല്ലേ? ഈ ഭഗവാനല്ല. എന്നോട് അവിടെ നിന്ന് ഒരാൾ വഴി പറഞ്ഞു തന്നു വിട്ടില്ലായിരുന്നോ? ആ ഭഗവാൻ എവിടെ? ഓ, ഈ ഹിന്ദിക്കാർ ഏത് മലയാളികളെ കണ്ടാലും ക്യാ ക്യാന്ന് പറഞ്ഞ എന്തിനാ? ചിലപ്പോ സ്നേഹം കൊണ്ടായിരിക്കും.